നടന്നിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്തിന് ഒരു പ്രോബ്ലം ആയിട്ടില്ല. ഒന്നും ചെയ്യാതെ അക്രമം അയച്ചു വിടാതെ മൂന്നാൾക്കാരെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുള്ളത്. അത് റീസൺ പറയണം, എന്തുകൊണ്ടാണ് പറഞ്ഞിട്ട്. ഒരു ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾക്ക് വന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന അധികാരം പിന്നെ ഇത് നമുക്കുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗിന്റെ ലീഡേഴ്സും പേടിച്ചുകൊണ്ടാണോ കാക്കികൾ ഞങ്ങളെ ഇന്ന് പിടിച്ചിട്ട് ഉള്ളിലാക്കിയിട്ടുള്ളത്? പേടിയാണോ നിങ്ങൾക്ക്? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പച്ചക്കോടിന്റെ കണ്ടെങ്കിൽ പേടിയാണോ? അതുകൊണ്ടാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് പറയണം, ഉത്തരവ് നൽകണം. ഞങ്ങളിപ്പോ ഇന്നിപ്പോ വിട്ടില്ലെങ്കിൽ നാളെ തിരങ്കയാത്ര നടത്തുന്നുണ്ട്. ആ തിരങ്കയാത്ര ഇവിടെ പോലീസ് സ്റ്റേഷനിൽ മാർച്ചായിട്ടുണ്ടോ? വലിയ മാർച്ചായിട്ടുണ്ടോ? ഇതൊരു സൂചന മാത്രമല്ല കൊടുക്കുന്നത്, ഞങ്ങൾ താക്കീതായിട്ട് പറയുന്നതാണ്. ഇന്നിപ്പോ ഞങ്ങൾ 3 ആളെ വിട്ടുകൊടുക്കണം. ഇപ്പൊ എന്തുകൊണ്ടാണ് പോലീസ് വരാത്തത്? വിളിക്കും നിങ്ങൾ, എന്തുകൊണ്ട് വരാത്തത്? നിങ്ങൾ കൊടുക്കണ മാത്രമല്ല, കൂടുതൽ അക്രമസക്താക്കാതിരിക്കാൻ നിങ്ങൾ നോക്കിയാണ് നല്ലത്. അന്ന് SFIന്റെ DYFIന്റെ കുട്ടികൾ വന്നിട്ട് അവിടെ സ്കൂൾ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ പ്രതിഷേധം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരാളെ പൊക്കിട്ടുണ്ടാ? ഒരാളെ പൊക്കിട്ടുണ്ടാ? ഇന്ന് BJP പ്രതിഷേധത്തിൽ നടക്കുമ്പോൾ മാത്രം പൊക്കാൻ വേണ്ടി എന്താണ് റീസൺ നിങ്ങൾക്ക്? BJPനെ കാണുമ്പോൾ എന്താണ് നിങ്ങൾ കത്തുന്നത്? അത്ര വിട്ടുകൊടുക്കണം. ഒരു റീസൺ ഇല്ലാണ്ട് ആണ് നിങ്ങൾ ഇപ്പൊ നിയമം എല്ലാവർക്കും ഒരേപോലെ നിയമം. മന്ത്രിനെ സംരക്ഷണം നൽകുന്ന പോലീസ് ഇല്ലപ്പ, അവിടെ ലേഡി പോലീസ് വേണ്ടേ? എന്തുകൊണ്ടില്ലാതായത്? സർക്കാർ സംവിധാനത്തിന് വെല്ലുവിളിയല്ലേ അത്? ലേഡി പോലീസ് ഇല്ലാതെ സ്ത്രീകളെ നിങ്ങളെ കൈ പിടിച്ചിട്ട് വലിക്കാന്ന് പറഞ്ഞത് തെറ്റല്ലേ അത്? എന്തുകൊണ്ട് ലേഡി പോലീസ് ഇല്ലാതായത് നിങ്ങളടുത്ത്? അതിന് മറുപടി കൊടുക്കണം നിങ്ങൾ ആദ്യം. ലേഡി പോലീസ് ഇല്ലാത്ത പോലീസ് പ്രവർത്തിക്കുമ്പോൾ ആലോചിക്കണ്ടേ സാറേ? SIനെ വിളിക്ക്, CAനെ വിളിക്ക്. ഇവിടെ ഇത്ര വലിയ പ്രതിഷേധം നടത്തുമ്പോ എന്താണ് അവിടെ പോയിട്ട് ഫോഴ്സ് കൊടുക്കുന്നത്? വിളിക്ക പറയാം ഇങ്ങോട്ട്. നിങ്ങൾക്ക് പേടിയുണ്ടാവും മുസ്ലിം ലീഗിന്റെതും പിന്നെ പച്ചക്കോടി. നമുക്കൊരു പേടിയില്ല. ഈ പ്രതിഷേധത്തിന് വിഷയത്തിന് മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അത് ബുദ്ധിമുട്ടാവും, അത് കത്തു. സൂക്ഷിക്കണം നിങ്ങൾ. ഉള്ളിലിറക്കാനല്ല നമ്മൾ തയ്യാറാണ്. നിങ്ങളെ കേസിന്റെ പേടിയൊന്നുമില്ല. ഒരുപാട് കേസായിന് മുമ്പ്. വിളിക്കുക അവരാ. എവിടെ പോയി? എവിടെ പോയി? ഇവിടുത്തെ CA എവിടെ പോയി? വിളിക്ക് നിങ്ങൾ. ഒന്ന് വിളിക്ക് സാറേ. SIU ഇല്ലേ നോക്കുമ്പോ? ഒരു ഇത്ര വലിയ വിഷയമാകുമ്പോ നിങ്ങൾ അവിടെ പോയിട്ട് എന്താക്കുന്നത്? ഇവിടെ വിളിക്ക്. പോലീസുകാരില്ല പോലീസ് സ്റ്റേഷനിൽ. മന്ത്രി വരുമ്പോ പിന്നെ പോലീസ് സ്റ്റേഷൻ ഖാലി. പോലീസ് സ്റ്റേഷനിൽ മിനിമം കുറച്ച് ആൾക്കാർ. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. നാളത്തെ നമ്മുടെ പരിപാടി, നാളെ പ്രശ്നം ഇവർക്ക് താങ്ങാൻ പറ്റുന്ന താങ്ങിക്കൊള്ളണം. നാളെ എന്താ സംഭവത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം കൊടുത്ത CI. ഇവിടെ ഒരു വിഷയമില്ലാത്ത വിഷയത്തിലാണ് പോലീസ് കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഒരാൾക്കും പോലും നമ്മൾ ഉപദ്രവം ചെയ്തിട്ടുണ്ടായിട്ടില്ല. നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. ആ മുദ്രാവാക്യം വിളിച്ചെടുത്ത് മാത്രമാണ് ഇന്ന് ഞങ്ങളെ 3 ആളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ജയിലിൽ വെച്ചിട്ട് സ്റ്റേഷനിൽ വെച്ചിട്ടുള്ളത്. എന്ത് റീസൺ അവർ കൊണ്ടുവന്നതെന്ന് പറയണം പോലീസും. അതേപോലെ ഒരു ലേഡി പോലീസ് എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടില്ല? അവിടെ ഉണ്ടായ ഒരു ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ കൈ പിടിച്ചിട്ട് വിളിച്ചതാണ്. അപ്പൊ അത് ഇത് നിങ്ങൾ ആക്കിയത് ശരിയാണോ എന്ന് കൂടി നിങ്ങൾ ഉത്തരം കൊടുക്കണം. ഇപ്പോ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ നിങ്ങൾ വിടണം. അത് BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ട്, അതുപോലെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, നമ്മളെ പ്രവർത്തകന്മാരുണ്ട്. നമ്മള് ഇപ്പൊ റിക്വസ്റ്റ് മാത്രമാണ് നിങ്ങൾ ആക്കിയത്. ഇപ്പൊ വിടുന്നില്ലെങ്കിൽ ബാക്കി കാര്യം നമ്മൾ നോക്കിക്കൊള്ളാം. അത് എങ്ങനെ വേണമെന്ന് അതിനുള്ള വ്യവസ്ഥയുണ്ട്. കേസെടുത്തോളൂ നിങ്ങൾക്ക് കേസെടുക്കാം. ആ കേസെല്ലാം സ്വാഗതാക്കുന്നത് നിങ്ങളത്. ഇനി എന്ത് വന്നാലും മാസങ്ങളുള്ളിൽ എടുക്കാൻ നമ്മൾ തയ്യാറാണ്, നോക്കിക്കൊള്ളാം. പക്ഷേ സാവർക്കർ എന്ന് പറയുന്ന ഞങ്ങളുടെ അഭിമാനത്തിന് വേദനയാക്കിയാൽ കേരളം മൊത്തം കത്തും. നിങ്ങൾ എഴുതി വെച്ചോ.